ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റും സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. ഇതെൻ്റെ ഒരു ഓഫീസ് ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് ആയി കാണും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഓഫീസിൽ നിന്ന് പുറത്ത് പോകണം എന്നൊരു പ്ലാനിങ് തുടങ്ങിയിട്ട്. മോസ്റ്റ്ലി നമ്മുടെ ഓഫീസിലുള്ള മിക്കവരും തന്നെ മാരീഡാണ് കേട്ടോ. ആകെ 2 പേരും മാരീഡ് അല്ലാതെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തവണ നമ്മൾ പ്ലാൻ ചെയ്യും, ബട്ട് പല പല കാരണങ്ങളാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇപ്രാവശ്യവും ഇത് നടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് തന്നെ എല്ലാം ഷടപടയെന്ന് തന്നെ റെഡിയായി. പിന്നെ ഇത്ര വലിയൊരു ഇൻട്രൊഡക്ഷനും അതുപോലെ ഇത്ര വലിയ പ്ലാനിങ്ങുകളും ചെയ്തിട്ട് ഞാനിന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്നല്ലേ? നമ്മുടെ ചെറായിലുള്ള EV ഹോം സ്റ്റേസിലാണ് കേട്ടോ. പിന്നെ ഇതൊരു ഫാമിലി ട്രിപ്പേ അല്ല കേട്ടോ. ചെറിയ കുട്ടികളുള്ള 2 പേര് മാത്രമേ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി ആരും തന്നെ കൊണ്ടുവന്നിട്ടില്ല. എക്സ്പെക്റ്റ് ചെയ്തിരുന്നേക്കാൾ ഒരുപാട് അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. ബിക്കോസ് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. ആൻഡ് ഈവൻ വാഷ്റൂം എല്ലാം നല്ല നീറ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ട് തന്നെ എങ്ങനെയാണ്, സേഫ് ആണോ എന്നൊക്കെയുള്ളൊരു കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷനേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ റൂമിൽ നിന്നുള്ള ഒരു ഔട്ട്സൈഡ് വ്യൂ ആണ് കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് വിത്ത് സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഈവൻ ഇത് 3 കോട്ടേജസ് ആണ്. അപ്പം നമ്മൾ ഒരു 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഈ ഫുൾ ഒരു 3 കോട്ടേജും എടുത്തിരുന്നു. ശരിക്കും 3 റൂമിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഫുൾ ഓൺ പ്രൈവസി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇത് എൻറ്റയർ ആയിട്ട് തന്നെ ബുക്ക് ചെയ്തത്. അങ്ങനെ ഇതാ നമ്മുടെ നെക്സ്റ്റ് ടീം എത്തിയിരിക്കുന്നു. ഇന്ന് ഓഫീസ് ഉണ്ടായിരുന്നുകൊണ്ട് ഓഫീസ് ടൈമിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇവർ എത്താനായിട്ട് കുറച്ച് വൈകിയത് കേട്ടോ. അങ്ങനെ ഇതാ അടുത്ത ടീമും എത്തി കേട്ടോ. ഇവരാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. ഫുഡൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇവർ വന്നത്. പിന്നെ ഈ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന അഞ്ജുവിൻ്റെ കുട്ടിയാണ് കേട്ടോ. ആൾ നല്ല രസമാണ്, നല്ലോണം വർത്താനം പറയും. നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാൻ തന്നെ നല്ല രസമാണ്. സ്പീക്കർ പിന്നെ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 11 മണിയൊക്കെ വരെയും വെക്കാം. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് വോളിയം കുറയ്ക്കണം എന്ന് മാത്രമേ അവർ പറഞ്ഞിരുന്നുള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നിവിടെ ഉള്ളത് നമ്മളെവിടെയാ? ഈ കൊച്ചിന്റെ ഈ കുട്ടി ആ കുട്ടിയുടെ അഞ്ചു കുട്ടിയുടെ അല്ല, ഞാൻ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഹസ്ബൻഡിനെയാണ്. അതാണ് സത്യം അല്ലേ? So we are here to enjoy today's night. And this is Parvati Anil Kumar from UAE. And this is Marin Matthew from Chertapala. And this is Andrew from Kodamangalam. And this is Meno from Kodamangalam. And this is Anjumol from Vaikam. ഇത് അഞ്ജുമോളുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. And this is Amisha Patel straight from Kochi. സോ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ എല്ലാവരും കണ്ടുല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇത്രയും പേരാണ് ഇന്നത്തെ ഒരു സ്റ്റേക്കേഷനിലുള്ളത്. കുട്ടികളുള്ളതുകൊണ്ട് അഞ്ചും പേരും കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ടോട്ടലി ഫ്രീ ആയതുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്തു. റെഡി 1 2 3. മെറിനെ കിട്ടും നമുക്ക്. കരയണിക്കുന്ന മെറി 3 വട്ടം കറങ്ങിയാൽ മെറിനെയും കിട്ടും. പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് അർമാദിച്ചു. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു, കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. ഒരു 2-2:30 ആയി കാണും മിക്കവാറും ഉറങ്ങിയപ്പോൾ. അങ്ങനെ സുപ്രഭാതം പൊട്ടിമുളച്ചു. ഇന്നത്തെ ദിവസം സാൻഡ്രയുടെ ശരിയിൽ നിന്ന് തന്നെ തുടങ്ങി കളയാൻ ഓർത്തു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. അപ്പവും മുട്ടക്കറി ആയിരുന്നു. പിന്നെ പുട്ടും കടല വേണമെങ്കിൽ അത് 2 ഓപ്ഷൻ നമുക്ക് അവർ തരും. അതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എൻ്റെ സങ്കല്പത്തിൽ ചൂടോടെ നല്ല ചുട്ടെടുത്ത മുരുമുര എന്നുള്ള അപ്പമായിരുന്നു.
പക്ഷെ കുഴപ്പമില്ല, സങ്കല്പമല്ലേ, അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാവരും എണീറ്റപ്പോൾ തന്നെ 8 മണിയായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 6-6:30 ആകുമ്പോൾ എണീക്കണം, വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, റീൽസ് എടുക്കണം, അങ്ങനെയൊക്കെ പ്ലാനിങ്ങിലാണ് കിടന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, എണീറ്റപ്പോൾ തന്നെ 8 മണിയായി. അപ്പോൾ തന്നെ എല്ലാവർക്കും വിശന്നു, വേഗം വന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് ഓർത്തു. പിന്നെ അങ്ങോട്ട് വർത്താനം പറഞ്ഞു തുടങ്ങിയില്ലേ, വർത്താനം പറഞ്ഞ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതേ പിടിച്ചങ്ങ് തൂങ്ങി അങ്ങ് പറഞ്ഞോളൂ ഞങ്ങൾ. പിന്നെ അങ്ങനെ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി, ഷട്ടിലൊക്കെ കളിച്ചു, കുറച്ച് റീൽസൊക്കെ എടുത്തു. സമയം പെട്ടെന്ന് തന്നെ പോയിട്ടോ. ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒരു സോങ്ങൊക്കെ ഉണ്ട്. പിന്നെ വല്ലോ കോപ്പിറൈറ്റിന് ഇതൊക്കെ വരണ്ടാന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് ഇടാഞ്ഞതാണേ. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ EV ഹോം സ്റ്റേസിൻ്റെ റേറ്റ് ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. പെർ റൂമിന് 3500 ആണ് വരുന്നത്. അപ്പം നമ്മൾ 3 കൂടി എടുത്തപ്പോഴത്തേക്ക് നമുക്കൊരു 10,500 ആണ് വന്നത്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ടിൽ 11 o'clock വരെ പൂളിൽ ആക്സസ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിന്, ഇൻക്ലൂഡിങ് AC റൂംസാണ്. സോ നിങ്ങൾ ആരെങ്കിലും ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എൻ ഓപ്ഷൻ കേട്ടോ. ബിക്കോസ് നല്ല ഫെസിലിറ്റിയാണ്, ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. അങ്ങനെ ആ ട്രിപ്പ് അവസാനിച്ചു കേട്ടോ. ടൈം പോയതേ അറിഞ്ഞില്ല. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളൊക്കെ അടിപൊളിയായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെന്നിട്ട് ഓരോരോ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഡു സബ്സ്ക്രൈബ്.